ഹലോ എല്ലാവർക്കും ഫിലിം സ്റ്റോറീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇന്ന് നമ്മൾ ബ്ലെൻഡർ മെയ്ഡ് ഈസി എന്ന് പറയുന്ന സീരീസിന്റെ തേർഡ് പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിലൂടെ നമുക്ക് ബ്ലെൻഡറിന്റെ എഡിറ്റ് മോഡിലോട്ട് അല്ലെങ്കിൽ നമുക്ക് മോഡലിംഗ് സൈഡിലോട്ട് നമുക്ക് കയറാവുന്നതാണ്. അപ്പോൾ ബ്ലെൻഡർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ക്യൂബ് സെലക്ട് ചെയ്ത് നമുക്ക് എഡിറ്റ് മോഡിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഒബ്ജക്ട് മോഡ് എന്ന് പറയുന്ന ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു സെലക്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് മോഡിലോട്ട് പോവുക. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് വന്ന് ടാബ് പ്രസ് ചെയ്താൽ മതി, എഡിറ്റ് മോഡിലോട്ട് പോകും. അതിന് മുന്നേ ഈ ഒരു ലൈറ്റ് ക്യാമറ നമുക്ക് ഡിലീറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എക്സ് പ്രസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക, എന്നിട്ട് ക്യൂബ് പ്രസ് ചെയ്ത് ടാബിലോട്ട് പോവുക. അപ്പോൾ എഡിറ്റ് മോഡിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഇത്രയും ഓപ്ഷൻസ് എഡിറ്റ് മോഡിലേക്ക് മാത്രമുള്ളതാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് എക്സ്ട്രൂഡും, ലൂപ്പ് കട്ട്, ബെവല്, ഇൻസെറ്റ്. അപ്പോൾ ഇതിന്റെ ഉപയോഗം നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകുന്നതിനനുസരിച്ച് ഞാൻ പറയുന്നതാണ്. അപ്പോൾ എഡിറ്റ് മോഡിൽ ബേസിക് ആയിട്ട് വരുന്ന 3 സെലക്ഷൻ ടൈപ്സ് ഉണ്ട്: വെർട്ടെക്സ് മോഡ്, എഡ്ജ് മോഡ്, ഫേസ് മോഡ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1, 2, 3. 1 ഫോർ വെർട്ടെക്സ്, 2 ഫോർ എഡ്ജ്, 3 ഫോർ ഫേസ് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്പർ പോയിന്റ് 1, 2, 3 അല്ല, ABCD ആൽഫബറ്റ്സിന്റെ മുകളിലുള്ള 1, 2, 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എഡിറ്റ് മോഡിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു ചെറിയൊരു മോഡലിങ്ങിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു സെഷനിൽ ഞാനൊരു കാറാണ് മോഡൽ ചെയ്ത് തരാൻ പോകുന്നത്. ഒരു സിമ്പിൾ കാറാണ്, ബിഗിനേഴ്സിന് ഒരു ഫോളോ ചെയ്യാൻ പറ്റുന്നതാണിത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ക്യൂബ് മൊത്തം സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് A പ്രസ് ചെയ്യുക, S ഫോർ സ്കെയില്, Y ഫോർ Y ആക്സിസ് ലോക്ക്. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് നമുക്ക് Y ആക്സിസിലോട്ട് പുൾ ചെയ്യാം. അതിനുശേഷം ലൂപ്പ് കട്ട് ടൂള് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു ലൂപ്പ് കട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടുത്തെ ഈ ഒരു അഡ്വാൻസ് ഓപ്ഷൻസിന്റെ അവിടെ നമ്പർ ഓഫ് കട്ട്സ് 2 കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ നടുക്ക് വേറൊരു ലൂപ്പ് കട്ട് സെലക്ട് ചെയ്യുക, കൊടുക്കുക. അതിനുശേഷം ടോപ്പിലത്തെ ഈ ഒരു എഡ്ജ് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മൂവ് ടൂളിന്റെ ഈ ഒരു ആരോസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ GZ എന്ന് പറയുന്ന കോംബോ ഉപയോഗിക്കാം. മുകളിലോട്ട് ഡ്രാഗ് ചെയ്തതിന് ശേഷം കൺട്രോൾ B ബെവൽ കൊടുക്കുക. അപ്പോൾ അതൊരു നൈസ് ആയിട്ടൊരു റൂഫ് പോലെ വന്നിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് വെച്ച് നമുക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിറകിലത്തെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കുറച്ചൊന്ന് അകത്തോട്ട് വരിക. ഇപ്പോഴേ ഒരു ചെറിയൊരു കാറിന്റെ ഒരു കട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കാർ വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ചുരുങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാം പ്രസ് ചെയ്ത് S കൊടുക്കുക, X ആക്സിലോട്ട് ലോക്ക് ചെയ്തതിനു ശേഷം ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ വിൻഡോസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് വിൻഡോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് അവിടെ ഇല്ല. ആ ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 പ്രസ് ചെയ്ത് വെർട്ടെക്സ് മോഡിലോട്ട് പോവുക. ഈ 2 വെർട്ടെക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജോയിൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ, എന്നിട്ട് നമ്മൾ J കൊടുത്ത് നമുക്ക് ജോയിൻ ഓപ്പറേഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു ഫേസ് കട്ടായി നമുക്ക് 2 പുതിയ ഫേസ് അവിടെ നമുക്ക് കിട്ടുന്നതാണ്. ഇതേ ഓപ്പറേഷൻ നമുക്ക് ഇവിടെയും ചെയ്യാവുന്നതാണ്. ഈ ഒരു വെർട്ടെക്സ് 2 സെലക്ട് ചെയ്യുക, J കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 2 ഫേസ് കിട്ടി, പക്ഷെ ഇവിടെ ഒരു ട്രയാങ്കിൾ വന്ന് കിടപ്പുണ്ട്.
അത് നമ്മൾ ഇപ്പോൾ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രയാങ്കിള് ഇപ്പം നമുക്കത് ശരിയാവത്തില്ല. അപ്പോൾ ആ ഒരു ട്രയാങ്കിള് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കൊടുത്ത് എഡ്ജ് സെലക്ഷൻ മുകളിലോട്ട് പോകുന്നു. ഇവിടെ ഈ രണ്ട് സൈഡിലും ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ രണ്ട് എഡ്ജ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു, സബ് ഡിവൈഡ് കൊടുക്കുന്നു. സബ് ഡിവൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫേസ് ഉണ്ടെങ്കിൽ സബ് ഡിവൈഡ് കൊടുക്കുമ്പോൾ അത് 4 ഫേസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പൊ കണ്ടോ, ഈ ഒരു ഫേസ് വന്നിട്ട് 4 ഫേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഇത് സബ് ഡിവൈഡ് ചെയ്താൽ വീണ്ടും 4, അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പൊ കൺട്രോൾ Z കൊടുത്ത് അൺഡു ചെയ്യുക. ഇനി വെർട്ടെക്സ് മോഡിലോട്ട് പോയിട്ട് ഈ 2 വെർട്ടെക്സും മെർജ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് M കൊടുക്കുക, അറ്റ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. 2 വെർട്ടെക്സ് തമ്മിൽ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത വെർട്ടെക്സിലോട്ടായിരിക്കും അത് മെർജ് ആവുന്നത്. M അറ്റ് ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെലക്ട് ചെയ്ത ഈ ഒരു വെർട്ടെക്സിലോട്ടായിരിക്കും ഈ രണ്ടും കൂടെ മെർജ് ആവുന്നത്. അറ്റ് സെന്റർ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഈ ഒരു സെന്റർ പോയിന്റിലായിരിക്കും ഇത് മെർജ് ആവുന്നത്. അതേപോലെ കർസർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള 3D കർസറിലായിരിക്കും ഇത് മെർജ് ആവുന്നത്. അപ്പോൾ നമുക്ക് അറ്റ് ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും മെർജ് ആയിട്ടുണ്ട്. ഇതേ ഓപ്പറേഷൻ നമുക്ക് ഇവിടെയും ചെയ്യാം. അറ്റ് ലാസ്റ്റ് ഇനി നമുക്ക് ഫേസ് സെലക്ഷൻ മോഡിലോട്ട് പോയി ഈ 4 ഫേസ് സെലക്ട് ചെയ്യാം. 4 അല്ല, ഇതൊരു 6 ഫേസ് ഉണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ പാഡിൽ ഈ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അത് പ്രസ് ചെയ്ത് നമുക്ക് അതിലോട്ട് സൂം ഇൻ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും. നമ്മൾ ആ ഒരു ഓബ്ജക്ട്സിൽ നമ്മൾ ലോക്കായി നിൽക്കും. ഇത് എഡിറ്റ് മോഡിൽ മാത്രമല്ല ഓബ്ജക്ട് മോഡിലും ഈ ഒരു ട്രിക്ക് വർക്കാവും. ഏതൊരു ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ടും ഈ നമ്പർ പാഡ് ഫുൾ സ്റ്റോപ്പ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിലോട്ട് ഈ ക്യാമറ ലോക്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെലക്ഷൻ നടത്തിയതിനു ശേഷം ഐ കൊടുക്കുക. ഐ എന്ന് പറയുന്നത് ഇൻസെർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. ഐ കൊടുത്തിട്ട് അകത്തോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അകത്തോട്ട് ഇത് കയറി പോകുന്നത് ഈ ഒരു ഫേസ്. അപ്പോൾ താഴെ ഒരു ഓപ്ഷൻ വന്നിട്ട് അതിൽ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓരോ ഫേസിനെയും ഓരോ ഇൻഡിവിജ്വൽ ഫേസസ് ആയിട്ട് തന്നെ ഈ ഒരു ബ്ലെൻഡർ കണക്കാക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരൊറ്റ ഫേസ് ആയിട്ട് ഇത് ബ്ലെൻഡർ കണക്കാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഇത്രയും തിക്നെസ് മതി. ഇനി ആ ഒരു ഓപ്ഷൻ ക്ലോസ് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രൂഡിലോട്ട് വരിക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ എക്സ്ട്രൂഡ് എല്ലാം നോർമൽസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മഞ്ഞ കർസർ പിടിച്ച് താഴത്തേക്ക് വലിക്കുമ്പോൾ ആ ഒരു എഡ്ജസ് എല്ലാം അകത്തോട്ട് എക്സ്ട്രൂഡ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് വിൻഡോ ആയി. ഓക്കെ, ഇനി അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് ലൂപ്പ് കട്ട് ടൂള്. നമ്മൾ നേരത്തെ പറഞ്ഞ ലൂപ്പ് കട്ട് ടൂള്, അത് വെച്ച് നമുക്ക് ഇവിടെ ഒരു കട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്കെയില് ചെറുതായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ലൈറ്റ്സ് വേണം. അതിന് വേണ്ടിയിട്ട് ലൂപ്പ് കട്ട് ഉപയോഗിച്ച് ഇവിടെ ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾക്കൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു കട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എഡ്ജ് എവിടെയാണോ ഈ ഒരു കട്ട് വരേണ്ടതെന്ന് പറഞ്ഞ് അവിടെ ഒന്ന് പ്ലേസ് ചെയ്തതിനു ശേഷം കട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വിടരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കർസർ ഈ ഒരു രീതിയിലോട്ട് മാറും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്താൽ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു കട്ട് പ്ലേസ് ആയിട്ടുണ്ട്.
ഇനി 3 പ്രസ് ചെയ്ത് ഫേസ് സെലക്ഷനിലോട്ട് പോയി മൂവ് ടൂള് പ്രസ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഫേസസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഐ കൊടുത്ത് ഇൻസെർട്ട് ചെയ്യുക. എക്സ്ട്രൂഡ് അലോങ് നോർമൽസ് അകത്തോട്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ആയി. ഈ ഒരു കാർ ഇത്തിരി വലുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫേസസ് മൊത്തം സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഈ ഒരു ബോക്സ് സെലക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അത് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ G കൊടുക്കുക. അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇനി അടുത്ത് ഈ ഒരു ലൂപ്പ് കട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നടുക്കായിട്ട് കൊടുക്കുക. കട്ട് ചെയ്തതിന് വെച്ച് നമുക്ക് നമ്പർ ഓഫ് കട്ട്സ് കുറച്ച് കൂട്ടി കൊടുക്കുക. ഇവിടത്തെ ഫേസസ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യുക. ഒറ്റയടിക്ക് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. ലാസ്റ്റത്തെ ഫേസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്ലെൻഡർ ഫസ്റ്റ് ഫേസിന്റെയും നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത ലാസ്റ്റ് ഫേസിന്റെയും ഇടയ്ക്കുള്ള ഒരു ഷോർട്ടസ്റ്റ് പാത്ത് വെച്ച് അതിന്റെ ഇടയിലുള്ള ഫേസസ് സെലക്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് വീണ്ടും ഐ കൊടുക്കുക. അകത്തോട്ട് ഇൻസെർട്ട്, എക്സ്ട്രൂഡ് അലോങ് നോർമൽസ്. ഇനി ജസ്റ്റ് ഒരു ഡീറ്റെയിലിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഫ്രണ്ടിലത്തെ ഈ ഒരു ബോണറ്റ് ഭാഗം ജസ്റ്റ് ഒന്ന് എക്സ്ട്രൂഡ് ചെയ്ത് മുകളിലോട്ട് കയറ്റുക. അതുപോലെ ബാക്കിലത്തെ ഈ ഒരു സ്പേസ് കൂടാ. ഓക്കെ, നമുക്കിനി ഒരു ഡോറിന്റെ ആ ഒരു പീസ് കൂടെ സെലക്ട് ചെയ്യണമുണ്ട്. അതിനുവേണ്ടി അതേപോലെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ കാറിന്റെ ഒരു ബോഡി പാർട്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് ഇതില് വീൽസ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.